ഇല്ലടി, ഞാൻ ഒന്ന് കഴിക്കാൻ കയറി. വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ബോബിയാ, ആ അവള് വീട്ടിലെത്തിന്ന്. കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയാലോ? നിനക്കിഷ്ടമല്ലേ? അപ്പതാ തേങ്ങ കറിക്കോ. നീ തേങ്ങ ചിരണ്ടിയാൽ മതി, ഞാൻ അരി കഴുകിക്കോളാം. അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യോ? അവിടെ പച്ചമുളകുണ്ട്, 2 പച്ചമുളക് കുറച്ച് തരുമോ? എനിക്ക് 100 കൈയൊന്നുമില്ല. ഒരു സമയത്ത് ഒരു പണിയേ നടക്കുള്ളൂ. ഓക്കെ, ഞാൻ തന്നെ പോയി പറിച്ചോളാം. ചമ്മന്തിയിൽ വേപ്പില കൂടെ ആയാലോ? നൈസായിരിക്കും, ട്രൈ ചെയ്യാം. ആ, നീ ആ ഗ്യാസ് ഒന്ന് കുറച്ചേക്ക്, പരിപ്പിന്റെ വേവ് കൂടണ്ട. ആഹാ, ഇതൊക്കെ അറിയാലേ? പിന്നെ അറിയാണ്ട്. അതെ, പെട്ടെന്നായിക്കോട്ടെ, വിശപ്പ് തുടങ്ങി. നല്ല വിശപ്പുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്പെഷ്യൽ കോമ്പോ ഉണ്ട്. ബ്രെഡും മിക്സറും ഉള്ളിയൊക്കെ ഇട്ടിട്ട്. വേണമെങ്കിൽ ചോറ് വേകുന്നതിന് മുമ്പ് അതെടുക്കാം. വേണ്ട. ഓക്കെ, ആപ്പിറ്റൈസർ വേണോ? എന്താ സാധനം? ചാത്തിന് സാധനം അടിക്കും. വേണ്ട. മതി മതി മതി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, കൊള്ളാം. കഴിച്ചോ? ഇതെടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് തീർക്കും. ഫ്രിഡ്ജിൽ ചിലപ്പോൾ അച്ചാറുണ്ടാവും, ആണോ? ഇല്ല വേണ്ട, ചമ്മന്തി ഉണ്ടല്ലോ. അകലെ ഹൃദയം അരികിൽ നിൻ പ്രണയം തിരികെ നീ വരുമോ മനസ്സിൽ നീ തരുമോ ആ വർഷം ആ സ്വരം അലയും നിൻമിഴികൾ മൊഴിയും വേദനകൾ ഞാനറിയും ഈ നേരം അകലെ ഹൃദയം അരികിൽ നിൻ പ്രണയം നൈസ്. ഇടയ്ക്ക് മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. എന്നാ ചെയ്യ്. പഠിക്കണ്ടതിനൊക്കെ ലേറ്റ് ആയില്ലേ? ഒരു ലേറ്റും ആയിട്ടില്ല, ഇനിയും പഠിക്കാമല്ലോ. SPB ഹാഡ് നോ ക്ലാസിക്കൽ ട്രെയിനിങ്, അറിയോ? അതിനൊക്കെ ഒരു ലക്കും കൂടെ വേണ്ടോ? ലക്കൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പഠിക്കുക. ഇവിടെ പഠിക്കാനുള്ളതൊക്കെ ആദ്യം പഠിച്ചു തരട്ടെ.
ഈ സപ്ലി എങ്ങനെ ക്ലിയർ ചെയ്യുന്നതിന് എനിക്കൊരു ഐഡിയ ഇല്ല. പോയാലോ? ഇനി ഇറങ്ങിയില്ലെങ്കിൽ ബസ്സൊക്കെ പിടിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു നേരമാവും. ഞാൻ വീട് വരെ കൊണ്ടുവിട്ടെ. കാക്കനാട് വരെയോ? ഇവിടുന്ന് ഹാർഡ്ലി ഒരു 45 മിനിറ്റ്സ് ഡ്രൈവല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊക്കോളാം. നിന്റെ ഫ്ലാറ്റ് വരെ ഞാൻ വരായിരുന്നാൽ പോരെ? ഇൻഫോ പാർക്കിൻ്റെ അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അവിടുന്ന് എനിക്ക് നടന്നു നല്ല ദൂരമല്ലുള്ളൂ. വെറുതെ ഒന്നും വേണ്ട, പെട്രോൾ അടിച്ചെന്നാൽ മതി. പോടാ പ്ലീസ്. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചു നേരം കൂടി ഇരിക്കാമല്ലോ. എന്നിട്ട് എന്തിനാ? വെറുതെ ഇരിക്കാം. ഇനി പറ്റില്ലല്ലോ. അടിപൊളി. അപ്പോൾ ഒരാഴ്ച ആരോടും ചൂടാവരുത്. ശ്രമിക്കാം. ഇത് വീണ എനിക്ക് ഇതിൻ്റെ 11 ടാറ്റു കാണിച്ചു തരണം. ആ പിന്നെ അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അത് ചെയ്യണം. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം. നീ അറിയ ഓക്കെ, മൈ ടേൺ. ക്ലീൻ ഷേവ് ചെയ്യണം. അയ്യേ, പാർട്ട് ഓഫ് ദി ഗെയിം. അടിപൊളി. സൂസൻ മാഡം പറഞ്ഞൊരു ലവറില്ലേ, അത് മാഡം തന്നെയാണ്. ജൂനിയറും കോപ്പൊന്നും അല്ല. കണ്ട, നിങ്ങളെ പ്രേമം പൊളിക്കാൻ എല്ലാ പെൺപിള്ളേരോടും പറയണ കഥ ഇത്. ശരി ശരി. ഒരു മാസത്തേക്ക് സ്മോക്ക് ചെയ്യരുത്. ഒരു മാസം? ആ, കുറച്ച് കുറയ്ക്കോ? 2 weeks. 1 വീക്ക്? പിന്നെന്തിനാണ്? പറ്റണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വീണെടുത്തെങ്കിൽ ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്തേനെ. എന്നാ ഞാൻ ഒന്നും കൂടെ ചെയ്യട്ടെ? വേണ്ട വേണ്ട, മൈറ്റ്. ഇത് വീണ ഐ ഗെറ്റ് എ കിസ്. നമുക്ക് പോയാലോ? ഇനി ഇവിടെ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോവാം. വിവി, പോവാം.
പറന്നേ പോകുന്നേ മേഘങ്ങൾ ആകാശം മേലേ നടന്നേ നാം നീങ്ങുന്നി മണ്ണിൽ കിനാനൂലിലായി നിലാവേ നീ എന്നും പോരില്ലേ ഈ ദൂരം കൂടെ തൊടുന്നേ നാം കൈനീട്ടി ജീവന്റെ Make it memorable. പൂമാലമാകെ. നാം കാണുന്നൊരോമൽ സ്വപ്നങ്ങൾ താരങ്ങളായി മിന്നുന്നേ എന്തേ പറ. ഇന്ന് ആക്ച്വലി എനിക്ക് പോകാനൊരു ബസ് വന്നു പോയതാ. മനഃപൂർവ്വം കയറാതിരുന്നതാ. എന്തിന്? നിന്നെ ഒന്നും കൂടെ കാണാൻ. നീ മോളിൽ താഴേക്ക് വരെയല്ലോ. നീ SM പാസ്സായതല്ലേ? പിന്നെ എന്തിനാ അതെടുത്ത് വെച്ചിരിക്കണേ? നമ്മള് ഫസ്റ്റ് ബ്രേക്കപ്പ് ആയിട്ട് പാച്ചപ്പ് ആയില്ലേ? അപ്പൊ നീ എന്നെ ഇത് പഠിപ്പിച്ചിരുന്നു. ആരും ഓർമ്മക്കണ്ടി വെറുതെ വെച്ച. ഇതെന്തിനാ? നീ എൻ്റെ കൂടെ ഉണ്ടാവാൻ. കുഴപ്പമുണ്ടോ? എന്നാ അതെൻ്റെ ഇരിക്കട്ടെ. ഞാൻ വേറെ മേടിച്ചു വലിക്കും. എന്നാലും ഇത് വലിക്കില്ലല്ലോ.
ഒരു ചായ കുടിക്കാനുള്ള സമയമുണ്ട്. വേണം? ഈ ചായ ഞാൻ പൊളിക്കും. നമ്മ പോയി ചായ ഉണ്ടാക്ക. ഓക്കേ. നാണം മെല്ലെ മെല്ലെ മാറ്റി നീ എൻ കൂടെ നിൽക്കണേ. ആ ചോദ്യം കേട്ടറിഞ്ഞു കുഞ്ഞു വാവ കയ്യിലെത്തിടും. സ്നേഹം കണ്ടറിഞ്ഞു തന്ന നീയും കൊഞ്ചുമെങ്കിലോ ഈ ദാഹം കെട്ടടങ്ങി നമ്മൾ മൂന്നായി പുഞ്ചിരിച്ചിടും. ഉത്തരത്തിലാടും തൊട്ടിലൊന്ന് കൈകാലടിച്ച് കണ്ണിട്ടും എന്റെ പുങ്കുരുന്ന്. അച്ഛനൊപ്പം കൊച്ചു പിച്ച വെച്ചിടാൻ പോരില്ലേ മുത്ത്. ചങ്കിലുള്ള സ്വാതിരിങ്കതെന്നും പൂനാവിലിട്ടും മാർച്ചോടറിഞ്ഞ് ചന്നുറങ്ങും. എന്റെ ചുണ്ടിലുള്ള മുത്തമൊക്കെ അക്കവിൾ കവർന്നിടാൻ പിണങ്ങിടല്ലേ നീ. പാട്ട് വേണം താരാട്ടുവാൻ ചാഞ്ചാടിടും പാവ വേണം കൂട്ടായിടാൻ. പാട്ട് വേണം താരാട്ടുവാൻ ചാഞ്ചാടിടും പാവ വേണം കൂട്ടായിടാൻ. മേഘത്തിൻ പിന്നിൽ നിന്നും നോക്കിയിടും തിങ്കൾ കണ്ണേ, വാതിൽക്കൽ വന്നിടാതെ മാറിപ്പോവേണേ. ആരാരും കാണില്ലെന്നേ നാണിക്കല്ലേ, ഞാനിന്നോ നിന്നിൽ പെയ്യാൻ നേരം കാത്തേ നിൽക്കുന്നു. ഉത്തരത്തിലാടും തൊട്ടിലൊന്ന് കൈകാലടിച്ച് കണ്ണിട്ടു വേണ്ടി പൊങ്കുരുന്ന്. അച്ഛനൊപ്പം കൊച്ചു പിച്ച വെച്ചിടാൻ പോരില്ലേ മുത്ത്. ചങ്കിലുള്ള സ്വാതിരിങ്കതെന്നും പൂനാവിലിട്ടും മാർച്ചോടറിഞ്ഞ് ചന്നുറങ്ങും. എന്റെ ചുണ്ടിലുള്ള മുത്തമൊക്കെ അക്കവിൾ കവർന്നിടാൻ പിണങ്ങിടല്ലേ നീ. അമ്മ ഈന്തപ്പഴം ഇപ്പൊ എവിടെ വെച്ചിനി തിന്നാൻ? അല്ലാണ്ട് എന്തിന്? അറ്റത്ത് ഷെൽഫിലുണ്ട്, എടുത്ത് അടച്ചു വെക്കണേ. അമ്മക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടാവൂലല്ലോ അല്ലേ? ഏയ്, ഓവർ ആക്ടിങ് ആയതുകൊണ്ട് തീരെ അടിച്ചിട്ടുണ്ടാവില്ല. ആണോ? ലൈറ്റ് വാങ്ങട്ടെ? വേണോ? വേണം. നല്ലോണം പ്രാർത്ഥിക്കണേ. ഇതിനൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കുക? പിന്നെ പ്രാർത്ഥിക്കാണ്ട് എന്നാ പ്രാർത്ഥിച്ചേക്കാം. എന്റെ അയ്യപ്പ, അല്ലല്ലല്ല എന്റെ കൃഷ്ണ, സോറി അയ്യപ്പ.
പേടിക്കൊന്നും വേണ്ട. കൗണ്ട് കണ്ട വളർച്ചയ്ക്ക് നോർമലായിട്ടുണ്ട്. എത്ര മെഡിസിൻ എടുക്കാനും ഞങ്ങൾ തയ്യാറാണ് ഡോക്ടറെ. ഒരു കുഞ്ഞിക്കാല് കാണുന്ന പ്രാർത്ഥനയുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേരും, അല്ലേ? നിങ്ങളുടെ പ്രാർത്ഥന പഠിച്ചോ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ റിസൾട്ട് ഇത്ര പോസിറ്റീവ് ആയത്. ഇനി എന്താ വേണ്ടേ? ഇന്നധികം തിരക്കില്ലാന്ന് തോന്നുന്നു. ചെലവുണ്ട് കേട്ടോ. അതിനല്ലേ വന്നത്. പോയി കണ്ടിച്ചു വാ. ആ ഇനി അടുത്ത മാസം കാണാം. ശരി, ഓക്കെ. ശരി. നിങ്ങളെല്ലാം ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് 4-5 കൊല്ലമായിട്ടുള്ളൂ. ആ പോയ ആൾക്കാരില്ലേ 20 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കാത്തിക്കുന്നു. 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ ഇത്രയും പേടിക്കണോ? അല്ല, നാട്ടുകാരുടെ ചോദ്യം സഹിക്കാൻ പറ്റാണ്ട്. അപ്പോ കുട്ടി ആർക്കാ വേണ്ടത്? നാട്ടുകാർക്കോ അതോ നിങ്ങൾക്കോ? നമുക്ക് തന്നെ. ആ ആണല്ലോ, ഉറപ്പിച്ചോ? നാട്ടുകാരുടെ വായടപ്പിക്കാനുള്ള മരുന്നൊന്നും ഹോമിയോയിലില്ല. പിന്നെ നിങ്ങൾക്കൊരു കുട്ടിയാണ് ആവശ്യമെങ്കിൽ അതിന് നല്ല മധുരമുള്ള ഗുളിക ഞാൻ തരും. നാട്ടുകാരുടെ പ്രശ്നോർത്ത് ഓവലേഷൻ ചാർട്ട് നോക്കി ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ലൈംഗികമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല. ഇതൊക്കെ വളരെ നാച്ചുറലായിട്ട് നടക്കണം. എടോ, അതിൻ്റെ ഒരു രീതിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓ ആ, അപ്പൊ പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാം അല്ലേ? ഞാൻ ഫസ്റ്റ് എഴുതരുന്ന മെഡിസിൻ എന്താണെന്നറിയോ? എന്താ? ഒളിച്ചോട്ടം. എടോ നകുല, ഈ നാടും വീടും ജോലിയൊക്കെ വിട്ടിട്ട് കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടേലും പൊക്കോളുക. ടെൻഷനും മറ്റെല്ലാ കമ്മിറ്റ്മെന്റ്സും മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം. അപ്പൊ നിങ്ങളുടെ മനസ്സും ശരീരവുമല്ല ഒരു കുട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കും. അപ്പോ ഒളിച്ചോടുകയല്ലേ? ഇനി എന്തിനാ എത്രമാത്രം ആലോചിക്കുന്നത്? പോയി അടിച്ചു പൊളിക്കണോ? അല്ല, ഈ ഫസ്റ്റ് മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി ഇവിടെ വന്നാൽ മതി. അയ്യടാ, ശരി കണ്ടില്ലേ? നെക്സ്റ്റ്. മണിമയിൽ പീലിയാകും കണ്ണിൽ കുട നിവർത്തുന്നു നീലാകാശം വീണ്ടും വീണ്ടും. ഇരു മനസ്സിന്റെ ആമ്പൽ ചെപ്പിൽ വിരൽ തലോടുന്ന മഞ്ഞിൻ കാറ്റിൽ ഈറൻ മോഹം ഏറവേ മാരിമുകിലേ കൂടെ പൊഴിയൂ സ്നേഹം പുതയ്ക്കുന്ന രാവിൽ അരികെ. ഹിമമലരുകൾ മെയ്യും കൂട്ടിൽ നീയും ഞാനും മാത്രം ശ്വാസങ്ങൾ വേഗം തേടുന്നോ. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്നു പ്രണയമധുരം നുകരുന്ന യാമങ്ങളായി. തിരിനാളമായ താരകങ്ങൾ പോലും മിഴിച്ചിമ്മി മായുന്നു നാണം പൊതിയേ. കനവുകളെല്ലാം കാതിൽ പറയുകമല്ലേ ഞാനോ അതിലിതൾ നീർത്ത പാട്ടിലുള്ള ശ്രുതിയാവാ. നിലവുകളെല്ലാം പ്രാവായി കുറുകുമി നേരം ദൂരെ ഒരു കുറുമ്പിന്റെ കൊഞ്ചലിന് കാതോർക്കാം. നിറവ് തേടുന്ന യാത്രയിൽ ചുരവഴികൾ നേരുന്നു ഭാവുകം. ചിരികൾ പൂക്കുന്ന പുതിയ കാലത്തെ ഇതിലെ വരവേൽക്കാം. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്ന്
സിംഗപ്പൂരിൽ അമ്മാവൻ്റെ അടുത്ത് പോയാൽ ബിസിനസ് എങ്കിലും പഠിക്കാം. ഇവിടെ വന്നാൽ ഒന്നും നടക്കും തോന്നില്ല. ഞാൻ അതല്ല ആലോചിക്കുന്നത്. നിനക്കമ്മാവൻ സിംഗപ്പൂരിലെല്ലാം ഉണ്ട്, എനക്കൊണ്ടൊരമ്മാവൻ. ബാറ് വിട്ടാ വീട്, വീട് വിട്ടാ ബാറ്. എന്നൊരു തുള്ളി തരുമോ? അതുമില്ല. ഏതോ വേറൊരമ്മാവൻ. ജെപി, നീ എന്താ കിടന്ന് കറങ്ങുന്നത്? ഇവിടെ വാ. എടാ, ശരിക്കും നിന്റെ കളി പോയാ? എടാ, ഞാൻ ഓൾറെഡിയോ കണ്ടു മറന്നൊരു ഫീല്. ഞാനും സ്വപ്നത്തെ കണ്ട അതേ കുട്ടി. അതിന് സ്വപ്നത്തിൽ നീ ബാക്കല്ലേ ഉണ്ട്. എടാ, ആ ബാക്കും ഈ ബാക്കും സെയിം. ആ, മെഡിക്കൽ മിറാക്കിൾ. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതാണ് സാറേ ഇവളുടെ ഇപ്പുറത്തെ കുഴപ്പം. എന്തു പറഞ്ഞാലും കരച്ചില്ല. മോളെ, എന്താ ഇത്? കരയല്ലേ? മോളെ ജീവിതത്തിൽ സംഭവിച്ചൊന്നും ഇവിടെ ആർക്കും അറിയില്ല. അറിയും വേണ്ട, നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങാം. അതിനുള്ളൊരു അവസരമായിട്ട് കണ്ടാൽ മതി. എടോ, തൻ്റെ ഭാഗ്യം കൊണ്ട കോളേജിൽ ഇങ്ങനെ ഒരു ഒഴിവ് വന്നത്. ഇങ്ങോട്ട് നോക്കിയേ, കരഞ്ഞു തീർക്കാനുള്ളതല്ല ജീവിതം. നാളെ മുതൽ തീർത്തും പുതിയൊരാളായിട്ടാണ് കോളേജിൽ വരേണ്ടത്. ഇനി മുതൽ പുതിയൊരാളല്ലേ? ഇഷ്ടപ്പെട്ടല്ലേ? ഒരുപാട്. എന്നാലും ഓൾ ആരടാ? ഭഗവാൻ को मालूम, उसको पूछो. സ്പാർക്കിന് പകരം ബൾബ് കിട്ടിയ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓളൊന്ന് ക്ലാസ്സിൽ കയറിക്കോട്ടെ. അത് നമുക്ക് ശരിയാക്കാം. പുതിയ അഡ്മിഷൻ ആണല്ലേ? എന്താ പേര്? സ്വപ്ന. ഏത് ക്ലാസ്സിലോ? സെക്കൻഡ് ഇയർ ഫിസിക്സ്. നമ്മൾ ഈ ക്യാമ്പസിലൊക്കെ പ്രവർത്തകരാണ്. ഈ കോളേജിൽ ആരാ ജെ പി? എടാ, നിന്നെ അന്വേഷിക്കുന്നടാ. JP SFI ഉണ്ടായിരുന്ന സംഘടന വെച്ച് കൊടുത്തതിന് പുറത്താക്കിയതവനാ. അല്ല, JP അറിയോ? അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. സംശയിക്കണ്ട, ഇവള് നിന്നെ തേടി വന്നതാ. പോയാ വാ.
അഡ്മിഷൻ ആണല്ലേ? എന്താ എന്താ പേര്? സപ്ന. ഹായ് JP. JP എന്താ അറിയോ? എന്താ പരിപാടി? റാങ്ക് ആണോ? ഏയ് അങ്ങനൊന്നും അല്ലടോ, പുതിയ അഡ്മിഷൻ അല്ലേ, ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു. ഇങ്ങനെയാണോ പരിചയപ്പെടുക? ഇതൊരുമാതിരി ഇൻസൾട്ടിങ് ആയി പോയേട്ടാ. JP അതെ, സപ്ന അല്ലേ? കുട്ടി പോയിക്കോളൂ. കാണാം. ഹായ് JP. സപ്ന എവിടെ? ഞാൻ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വന്ന. ആണോ? JP എനിക്കൊന്ന് പേഴ്സണലായിട്ട് കാണാൻ പറ്റുമോ? ആ പിന്നെന്താ, മാറിക്കടാ. രണ്ടെണ്ണം ചെയ്തിട്ട് മൂന്നാമത്തേന് വളകുന്നണ്ട. അല്ല, എന്താ എന്നോട് പേഴ്സണലായി സംസാരിക്കണം എന്ന് പറഞ്ഞു? അത് എനിക്ക് കോളേജൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി താടോ. അതാണോ? വാ. ദേ, ആ കാണുന്ന എൻ്റെ ക്ലാസ്. പക്ഷേ ഞാൻ കയറില്ല. ശരി. ഇതാണ് ഈ കോളേജിലെ പ്രണയക്കിണർ. ഈ ക്യാമ്പസിൽ പ്രണയമുള്ള കാലത്തോളം ഈ കിണറ്റിലെ വെള്ളം പറ്റില്ലെന്ന് പറയുന്നു. നിലവേ എൻ നീലാമ്പൽ മിഴിയാളെ, നിന്നരികെ ഞാൻ നിഴലാകും നേരത്തോ അറിയാതെ എൻ കിനാക്കൊമ്പിലെ നിറദീപമായി വരൂ താരമേ, വാർമതിയെ നീരുൾ വീഴും മൺവീണയിൽ ശ്രുതി ചേർന്നിന്നുയിർ പാടും നീലാംബരി. ഉയിരേ എൻ നീലാമ്പൽ മിഴിയാളെ, നിന്നരികെ ഞാൻ നിഴലാകും നേരത്തോ. ഇവിടുന്ന് ആദ്യമായിട്ട് പ്രണയം അറിയിച്ചവർ പരസ്പരം പ്രണയജലം കൊടുക്കും. കാമിനി സഖി വരിക ചേർദിനി, ഇണയായി വാഴ്വിൽ നീയേ തരുണിമാൻ മിഴി തരിക തേൻമൊഴി, ഉലകം തോൽക്കുമഴകേ. പൂവേ നീ ആരോരും അറിയാതെ ആദ്യാനുരാഗത്തിൻ തേനലയായി, കാണാപ്പൊൻ കനവായി കണ്ണോരം ചായുമ്പോൾ മനമാകെ കുളിർ പെയ്യും ഏഴഴകേ. ഓ ശരിയാ, ഞാൻ ചേരുമ്പോൾ മറഞ്ഞിടുന്നു എൻ പതിവോർമകൾ, കാതോരം മാരോ മെല്ലെ മൂളുന്നു, ഇവളാണിന്നൻ തുണയാകും വേഴാമ്പൽ പതിയെ എൻ ഇടനെഞ്ചിൻ ചാരത്തോ. വെൺമലരെ നീ ചിരി തൂകും നേരത്തോ, അതിലോലമാം കിന പൊയ്കയിൽ കുളിരോളമായി വരൂ തെന്നലെ, വാർമതിയെ നീരുൾ വീഴും മൺവീണയിൽ ശ്രുതി ചേർന്നിന്നുയിർ
പാടും നീലാംബരി അല്ലെങ്കിൽ തന്നെ സംഘടന ഉറക്കാൻ പിള്ളേരെ കിട്ടുന്നില്ല. അതിന്റെ ഇടയിൽ ഒരുത്തം സംഘടന വിട്ട് എങ്ങനെയാ പ്രേമിക്കണ്ടേന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇതൊന്നും ദേ പോണ്. എനിക്ക് നല്ല വിഷമമുണ്ടല്ലേ? നിനക്ക് വിഷമില്ലേ? നിനക്ക് വിഷമില്ലേ? ചെറുതായിട്ട്. നിനക്കുണ്ടല്ലോ. ആ അപ്പൊ എനിക്കുണ്ട്. സ്വപ്നക്ക് എങ്ങനെ എന്നെ അറിയാം? അത് പിന്നെ പറയാം. സ്വപ്ന, ഇത് ചന്തു, ഇത് ശരത്ത്. ഹലോ. ഹായ്. എടാ എന്തെങ്കിലും സംസാരിക്കടാ. എന്താ പറയാ, ഇവരാണ് ഈ കോളേജിലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കേ. എടാ നിങ്ങൾ എന്താടാ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കേ? സപ്ന പോളിസി എടുത്തിട്ടുണ്ടോ? ചെറിയ പോളിസിന്റെ പ്രശ്നം. ഞാൻ ഇത് എല്ലാവരോടും പറഞ്ഞാലേ നടക്കുള്ളൂ. ഇത് എച്ചോട് ഞങ്ങൾക്ക് പഠിക്കാൻ തന്ന കടാവറ. ഞങ്ങൾക്ക് 10 പേർക്ക് കൂടിയിട്ട് ആകെ ഒരു കടാവറേ ഉള്ളൂ. അതിൽ തന്നെ എല്ലാവർക്കും കത്തി വെക്കാൻ പോലുള്ള സ്ഥലമില്ല. ഞങ്ങളുടെ കടാവറ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഡോക്ടർ. എക്സ്ക്യൂസ് മീ, ഹലോ. എനിക്ക് അടുത്ത ദിവസം സർജറി ഉള്ളതാണ്, കോളസിസ്റ്റെക്ടമി. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് കടാവർ കിട്ടിയേ പറ്റൂ. എന്നോട് എച്ചോടി എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല ഡോക്ടർ. ഇത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ അലോക്കേറ്റഡ് ടൈമാണ്. യു മേ പ്ലീസ് ലീവ് ആൻഡ് കം ബാക്ക് ലേറ്റർ. നമ്മളിവിടെ പറഞ്ഞു നിർത്തി. ഇതെവിടെ? ഡോക്ടർ ഇതുവരെ പോയില്ലേ? അന്ന് ജീവനില്ലാത്ത ശരീരങ്ങളെ സാക്ഷി നിർത്തി എന്റെ ആദ്യ പ്രണയത്തിന് ജീവൻ വെച്ചു. ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണിന്റെ മുഖം എന്റെ മനസ്സിൽ പതിഞ്ഞു. I felt that we are connected. മുസ്ലിം, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോൾ കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീച്ചിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിഴയായി പൂമാനമേ ഒരു രാഗമേഘം താ. നിന്റെ പെണ്ണിനല്ലടാ തെണ്ടി കൊണ്ടുപോന്നെ. പതുങ്ങി വരും മധുമാസം, മണമരുളും മലർമാസം, നിറങ്ങൾ പെയ്യുമ്പോൾ ലോലമായി അതിലോലമായി
ശാന്തമായി സുഖസാന്ദ്രമായി അനുപദം മണിമയമായി പൂമാനമേ ഒരു രാഗമേഘം താ കനവാ